2023 ഡിസംബർ 15-ന് ഫ്ലൈയിംഗ് വിംഗ് സാങ്കേതികവിദ്യ വിന്യസിക്കാൻ കഴിവുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ക്ലബ്ബിൽ ഇന്ത്യയും ചേർന്നിരുന്നു. അതായത് ഇന്ത്യയുടെ ഉടനെ എത്തുന്ന ആളില്ല ആകാശവാഹനമായ ഓറ UCAVയുടെ ഒരു സ്കെയിൽ ഡൗൺ പതിപ്പായ ഓട്ടോണമസ് ഫ്ലൈയിംഗ് വിംഗ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ നിന്നും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അതിവേഗ ഫ്ലൈയിംഗ് വിംഗ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ AFW2 ഡെമോൺസ്ട്രേറ്ററിന്റെ പറക്കൽ പരീക്ഷണങ്ങൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വിജയകരമായി നടത്തിയതായി പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ഈ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ ശക്തമായ ഒരു എയറോഡൈനാമിക് കൺട്രോൾ സിസ്റ്റം, സംയോജിത റിയൽ ടൈം ഹാർഡ്വെയർ ഇൻലൂപ്പ് സിമുലേഷൻ, അത്യാധുനിക ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ എന്നിവയുടെ വികസനത്തിലെ നേട്ടങ്ങൾക്ക് കാരണമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്കൻ സൈനിക വ്യോമയാന ഫ്ലീറ്റിലെ നോർത്ത്രോപ്പ് ഗ്രൂമാന്റെ B2 സ്പിരിറ്റ് പോലെയുള്ള നൂതന ബോംബറുകളെ പോലെ ഇന്ത്യയുടെ ഓറ UCAV പദ്ധതിക്കും ഉയർന്ന ഇന്ധനക്ഷമതയും സ്റ്റെൽത്ത് നൽകാൻ കഴിയുമെന്ന് DRDO വ്യക്തമാക്കുന്നു. B2 ബോംബറും ഘാതക് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഓറ UCAVയും വ്യത്യസ്ത റോളുകളും കഴിവുകളുമുള്ള വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളായി കണക്കാക്കപ്പെടുന്നു. B2 ഒരു മാൻഡായ ഭാരമേറിയ തന്ത്രപരമായ ബോംബർ ആകുമ്പോൾ DRDO ഓറ ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ആളില്ലാ സ്റ്റെൽത്ത് ഡ്രോണാണ്. അടുത്തിടെ അമേരിക്ക ഇറാനെതിരെ നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ B2 ബോംബറുകളെയാണ് അമേരിക്ക വിന്യസിച്ചിരുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ സംയോജിപ്പിച്ച B2 ബോംബറിനെ പോലെ അപകടകാരിയാകുമോ ഇന്ത്യൻ ഓറ UCAV എന്നതാണ് നിലവിലുയരുന്ന സംശയം. ഇന്നത്തെ വീഡിയോ വഴി ഓറ പദ്ധതിയെപ്പറ്റിയും അവയുടെ കഴിവുകളെപ്പറ്റിയും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. B2 ബോംബർ ഒരു മാൻഡ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റും ഓറ UCAV ഒരു അൺമാൻഡ് സ്റ്റെൽത്ത് UCAVയുമാണെന്ന വ്യത്യാസത്തെക്കാളും വലുത് ഇരു രാജ്യങ്ങളുടെയും പേലോഡ് കപ്പാസിറ്റിയിലുള്ള വമ്പൻ വ്യത്യാസമാണ്. അമേരിക്കയുടെ അഭിമാനമായ B2 ബോംബർ 18,000 കിലോഗ്രാം പേലോഡ് വഹിക്കുമ്പോൾ ഇന്ത്യൻ അഭിമാനമായ ഓറ UCAVയ്ക്ക് 1,500 കിലോഗ്രാമിന്റെ പേലോഡ് മാത്രമേ വഹിക്കാൻ കഴിയുള്ളൂ എന്ന പോരായ്മയുണ്ട്. ഓറ പദ്ധതി 2009-ൽ തന്നെ ആരംഭിച്ചതിനാൽ ഈ ടൈം ലൈൻ പരിഗണിക്കുമ്പോൾ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോഗ്രാം ആയിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം വിങ്മാൻ ആശയം പോലെ നിരവധി പുതിയ ആശയങ്ങൾ ഉയർന്നു വന്നതിനാൽ അത്തരമൊരു പ്രോഗ്രാമിന്റെ ആവശ്യം കാലക്രമേണ തീവ്രമായി തുടങ്ങി. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്രോജക്റ്റിനായി ഇന്ത്യ പോകുന്നതിന് പിന്നിലെ കാരണങ്ങളൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി അൺമാൻഡ് ടെക്നോളജി. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യോമയുദ്ധങ്ങളിൽ ആളില്ലാ സാങ്കേതിക വിദ്യകൾ കൂടുതലായി ഉപയോഗിച്ചു പോരുന്നു. നിലവിൽ യുദ്ധവിമാനങ്ങൾ പോലും ഓപ്ഷണലായി അൺമാൻഡായി നിർമ്മിക്കുന്നു എന്നതിനാൽ വിമാന അപകടം വഴി നമ്മുടെ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതില്ലാതാക്കാൻ ഇതുവഴി നമുക്ക് കഴിയും. രണ്ടാമതായി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ. നിലവിൽ നമ്മുടെ സർവീസിലുള്ള സായുധ ഡ്രോണുകളൊന്നും സ്റ്റെൽത്തി അല്ല എന്നതിനാൽ ഇവ സ്വയം പ്രതിരോധത്തിൽ നിരവധി ഗുരുതരമായ പരിമിതികൾ അഭിമുഖീകരിക്കുന്നു. കൂടാതെ ഇത്തരം ഡ്രോണുകൾ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ വളരെ ദുർബലരാണെന്നും കരുതപ്പെടുന്നു. അതേസമയം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു പ്രക്രിയയായതിനാൽ സ്റ്റെൽത്തി UCAVകൾ ഈ ദുർബലതയെ വലിയ അളവിൽ നീക്കം ചെയ്യുന്നു. മൂന്നാമതായി നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധം. എയർ കോമ്പാറ്റ് യുദ്ധത്തിന്റെ ഭാവിയായി കണക്കാക്കപ്പെടുന്നത് നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തെയാണ്. അതായത് സുരക്ഷിതമായ ഒരു ശൃംഖലയിൽ നിന്നുമുള്ള ആശയവിനിമയത്തിന്റെ സഹായത്തോടെ നിരവധി പോരാളികൾക്കും UAVകൾക്കും ശത്രുവിനെതിരെ ഒരു മാരകമായ രൂപീകരണം ഉണ്ടാക്കാൻ കഴിയും. അത്തരം രൂപീകരണത്തിലെ സ്റ്റെൽത്തി UCAVകൾ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നാലാമതായി വിങ്മാൻ എന്ന ആശയം. വിങ്മാൻ ഡ്രോണുകൾക്കൊപ്പം യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ഒരു പുതിയ ആശയമാണിത്. 2021-ലെ എയ്റോ ഇന്ത്യയിൽ ആദ്യമായി വെളിപ്പെടുത്തിയ ക്യാറ്റ്സ് പ്രോഗ്രാമിൽ നിലവിൽ ഇന്ത്യ പ്രവർത്തിച്ചു പോരുന്നു. സ്വിഫ്റ്റ് എന്ന പേരുള്ള ഓറ പ്രോഗ്രാമിന്റെ ഒരു ഘടകം ഒരു വിങ്മാനായി നിലവിൽ വികസിപ്പിച്ചെടുക്കുന്നു. അഞ്ചാമതായി സ്റ്റെൽത്തി UCAVകൾക്കായുള്ള ആഗോള അന്വേഷണം. ലോകത്തിലെ പ്രധാന സൈനിക ശക്തികളെല്ലാം നിലവിൽ ഇത്തരം പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചു പോരുന്നു. ഉദാഹരണത്തിന് സുഖോയ് S-70 ഒക്കോട്നിങ്, ബ്രിട്ടീഷ് BAE സിസ്റ്റത്തിന്റെ തരണിസ്, അമേരിക്കൻ ബോയിങ് X-45, നോർത്ത്രോപ്പ് ഗ്രൂമാൻ X-47B, ഫ്രഞ്ച് ദസോ ന്യൂറോൺ തുടങ്ങിയവയെല്ലാം ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തി ആയതിനാലും അത്തരമൊരു പ്ലാറ്റ്ഫോം ആവശ്യമായതിനാലും ഇന്ത്യ ഇതിനായി നിലവിൽ ശ്രമിച്ചു പോരുന്നു. ഇനി നമുക്ക് ഓറ UCAV പ്രോഗ്രാമിന്റെ ചരിത്രം ഒന്ന് വിശദമായി നോക്കാം. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ 2009-ൽ ആരംഭിക്കുകയും ഈ പ്രോഗ്രാമിന്റെ സാധ്യതാ പഠനത്തിനായി DRDOയ്ക്ക് 12.5 കോടി രൂപ അക്കാലത്ത് ഇന്ത്യൻ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രോജക്റ്റ് തരംതിരിക്കുകയും അതിന് ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് അതായത് ഓറ എന്ന പേര് നൽകുകയും ചെയ്തു. ഒടുവിൽ 2016-ൽ ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും 213 കോടി അനുവദിക്കുകയും ചെയ്തതിനെ തുടർന്ന് 2 ഘട്ടങ്ങളിലായി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിക്കപ്പെട്ടു. ആദ്യത്തെ ഘട്ടത്തിൽ UCAVയുടെ സ്വിഫ്റ്റ് അഥവാ സ്റ്റെൽത്ത് വിംഗ് ഫ്ലൈയിംഗ് ടെസ്റ്റ് ബെഡ് എന്ന പേര് നൽകിയിരിക്കുന്ന ഒരു ചെറിയ പതിപ്പ് നിർമ്മിക്കപ്പെടും. തുടക്കത്തിൽ ഇതൊരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ മാത്രമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതൊരു വിങ്മാൻ ഡ്രോണായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഘാതക് എന്ന് പേരിട്ടിരിക്കുന്ന യഥാർത്ഥ UCAV നിർമ്മിക്കും.
ഒരൊറ്റ പ്രോഗ്രാമിന് എന്തുകൊണ്ടാണ് 3 വ്യത്യസ്ത പേരുകളെന്ന സംശയമുണ്ടാക്കുന്നത് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട്. നമ്മൾ മുകളിൽ കണ്ടതുപോലെ പദ്ധതിയുടെ യഥാർത്ഥ പേരാണ് ഓറ എന്നത്. അതോടൊപ്പം ഈ പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കുന്ന ഖാദക് യഥാർത്ഥ UCAVയും സ്വിഫ്റ്റ് ഖാദക് UCAVയുടെ ഒരു ചെറിയ പതിപ്പുമായിരിക്കും. സാങ്കേതിക വിദ്യാ പ്രദർശനത്തിനും ഫ്ലൈറ്റ് പരിശോധനയ്ക്കും സ്വിഫ്റ്റ് ഡ്രോൺ ഉപയോഗിക്കുമെങ്കിലും ആളില്ലാ വിങ്മാൻ ഡ്രോണുകളുടെ റോളുകൾ വഹിക്കാൻ ഒരു പ്രത്യേക പദ്ധതിയായി സ്വിഫ്റ്റ് കൂടുതൽ വികസിപ്പിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഇനി നമുക്ക് ഓറ പദ്ധതിയുടെ ഡിസൈനെ പറ്റി ഒന്ന് നോക്കാം. ഖാദക്കിന്റെയും സ്വിഫ്റ്റിന്റെയും രൂപകൽപ്പന ഒരു ഫ്ലൈയിങ് വിംഗ് ഡിസൈൻ ആയിരിക്കുമെന്നതിനാൽ ഇവയ്ക്ക് വേർതിരിച്ചറിയാവുന്ന ഫ്യൂസ്ലേജ് ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത്തരത്തിലുള്ള രൂപകൽപ്പനയ്ക്ക് വളരെ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനാകും ഉണ്ടാകുക എന്നതുകൊണ്ട് ഇതൊരു സ്റ്റെൽത്തിയായ വിമാനമായി മാറുന്നു. ഇത്തരം വിമാനങ്ങൾ കൂടുതൽ മാനുവറബിൾ അല്ലാത്തതിനാൽ ബോംബിംഗ് റോളുകൾക്ക് ഇവ കൂടുതൽ അനുയോജ്യമാകുന്നു. 4 മീറ്റർ നീളവും 5 മീറ്റർ വിംഗ് സ്പാനും 1 ടൺ ഭാരവുമുള്ള ഡ്രോണായ സ്വിഫ്റ്റ് തുടക്കത്തിൽ റഷ്യൻ എൻബിയോസാറ്റേൺ 36MTയും പിന്നീട് തദ്ദേശീയമായ GTRE ടർബോഫാൻ എഞ്ചിനും ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവയ്ക്ക് 200 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ചും 1 മണിക്കൂറിന്റെ ഫ്ലൈറ്റ് എൻഡുറൻസും ഉണ്ടായിരിക്കും. അതേസമയം ഖാദക് UCAVയ്ക്ക് 15 ടൺ ഭാരം ഉണ്ടായിരിക്കുമെന്നത് കൂടാതെ 45 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കവേരി ടർബോഫാൻ എഞ്ചിന്റെ ഡ്രൈവ് വേരിയന്റ് ഇവയിൽ സംയോജിപ്പിക്കുമെന്ന് നിലവിൽ വിശ്വസിക്കപ്പെടുന്നു. ഖാദക് UCAVയുടെ നീളം, വിംഗ് സ്പാൻ തുടങ്ങിയ മറ്റ് സവിശേഷതകളെ പറ്റിയുള്ള വിവരങ്ങൾ ഇതുവരെയും ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. ഇനി നമുക്ക് ഓറ UCAVയുടെ പ്രത്യേക സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഒന്നാമതായി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ. ഖാദക് UCAVയിൽ 70% സ്റ്റെൽത്തും ഡിസൈനിൽ നിന്ന് മാത്രം ലഭിക്കുമെന്ന് DRDO വ്യക്തമാക്കുന്നു. ശേഷിക്കുന്ന 30% സ്റ്റെൽത്ത് മെറ്റീരിയൽ, റഡാർ ആഗിരണം ചെയ്യുന്ന പെയിന്റ്, RF റിഡക്ഷൻ ടെക്നിക്കുകൾ എന്നിവയിലൂടെ കൈവരിക്കുമെന്ന് DRDO വ്യക്തമാക്കുന്നു. രണ്ടാമതായി ഇന്റേണൽ വെപ്പൺ ബേ. 5ാം തലമുറ യുദ്ധവിമാനത്തിൽ കാണാറുള്ളത് പോലെയുള്ള ഒരു ആന്തരിക ആയുധ ബേയും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഖാദക് UCAV അതിന്റെ ആന്തരിക ആയുധ ബേയിൽ കുറഞ്ഞത് 2 ലേസർ ഗൈഡഡ് ബോംബുകൾ വഹിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രോജക്റ്റിന്റെ പല സവിശേഷതകളും AMCA പ്രോഗ്രാമിലും നമുക്ക് കാണാൻ സാധിക്കും. 2018 ഓറ പ്രോഗ്രാമിനായി 3000 കോടി രൂപ ഇന്ത്യൻ സർക്കാർ അനുവദിച്ചിരുന്നു. 2020 ബാംഗ്ലൂരിനടുത്തുള്ള ഹൊസൂരിൽ IIScയുടെ സഹകരണത്തോടെ സ്വിഫ്റ്റിന്റെ ഒരു ചെറിയ മാതൃക പരീക്ഷിച്ചിരുന്നു. ഇതിലെല്ലാ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങളും പരീക്ഷിച്ചു എന്നാണ് അന്ന് DRDO പുറത്തുവിട്ട പ്രസ്താവന സൂചിപ്പിക്കുന്നത്. സ്വിഫ്റ്റ് UAVയുടെ ആദ്യ പ്രോട്ടോടൈപ്പിന്റെ പരീക്ഷണം 2022 തന്നെ പരീക്ഷിച്ചിരുന്നു. ഖാദക് UCAVയുടെ 1:1 മോഡൽ നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ്. നിലവിൽ DRDOയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള RCS ടെസ്റ്റിംഗ് സൗകര്യം ഈ മോഡലിൽ റഡാർ ക്രോസ് സെക്ഷൻ ടെസ്റ്റിംഗ് നടത്തിപ്പോരുന്നു. എല്ലാം കൃത്യമായി നടക്കുകയാണെങ്കിൽ 2026 ഖാദക് UCAVയുടെ ആദ്യ പറക്കൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഓറ പ്രോഗ്രാം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു ഫോഴ്സ് മൾട്ടിപ്ലയർ ആയിരിക്കുമെന്ന് കരുതപ്പെടുന്നു. അതോടൊപ്പം സ്വിഫ്റ്റ് UCAV കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റങ്ങൾ, അതായത് CATS പ്രോഗ്രാമിന്റെ വികസനത്തിനും സഹായകമാകും. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയിലെ ബോംബർ വിമാനങ്ങളുടെ വിടവ് ഖാദക് UCAV വലിയ തോതിൽ നികത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഓറ UCAVയുടെ നൂതന സവിശേഷതകൾ കാരണം ഇതൊരു അടുത്ത തലമുറ പ്ലാറ്റ്ഫോമായും തരംതിരിക്കപ്പെടുന്നു. പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാക്കാതെയും ശത്രുക്കളാൽ കണ്ടെത്തപ്പെടാതെയും ബെലാക്കോട്ട് സ്ട്രൈക്കുകൾ പോലെയുള്ള വൻ ഓപ്പറേഷനുകൾ നടത്താൻ ഖാദക് UCAVയ്ക്ക് കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം.